നമ്മൾ ടെൻ്റ് അടിക്കാൻ അവിടെ ഉദ്ദേശിച്ചിരുന്നത് അവിടെ അത്ര സ്ലോപ്പല്ല. പക്ഷെ ഞാൻ വേഗം അടച്ചിട്ടൊന്നുകൂടി കയറിയപ്പോൾ സ്ലോപ്പല്ലാത്ത കുറച്ച് സ്ഥലം കിട്ടി. അതാണ് സുഖം. എനിക്ക് തോന്നുന്നപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന്. പക്ഷെ അതെന്തോ ഇവിടെ അപ്പിട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഇതെന്തിൻ്റെ അപ്പിയാ അറിയില്ല. കണ്ടിട്ട് എന്താന്ന് മനസ്സിലാവില്ല. കത്തിച്ചിക്കണോ ഇവിടെ? ആരൊക്കെ വരാറുള്ള ഏരിയ എന്തായാലും. എനിക്ക് തോന്നുന്നു താഴെ തന്നെ നിൽക്കാം. കാരണം ടെൻ്റ് അടിക്കാൻ എപ്പോഴും സ്ലോപ്പായ സ്ഥലത്തിനായിട്ട് നല്ല നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് അവിടെ നല്ല. ഓക്കേ, അല്ലാതെ ചൊറിച്ചിൽ എന്തെങ്കിലും കടിച്ചെന്തോ അറിയില്ല. ചൂടുണ്ട്. നമ്മളെന്തായാലും അവിടെ തന്നെ ടെൻ്റ് അടിക്കാം. ഇവിടെ അടിക്കൊക്കെ ചെയ്യാം. അവിടെ അത്ര സ്ലോപ്പല്ല. പക്ഷെ അവിടെ ആരൊക്കെ വരാറുണ്ട്. പിന്നെ അവർക്കതൊരു ബുദ്ധിമുട്ടാണല്ലോ. പറയാൻ പറഞ്ഞു ഇത് ഇവിടുന്ന് വ്യാസറുണ്ട് അവിടെ നിന്ന് വരണം കേട്ടോ. ഈ വെള്ളം മൊത്തം വ്യാസ് ലേക്കിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഇവിടുത്തെ ഗ്രാമത്തിലേക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഒരുപാട് ഗ്രാമങ്ങളുണ്ട് ഓരോ സൈഡിൽ. ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഈ സൈഡിലൊരു ഈ ഗ്രാമത്തിൻ്റെ പേര് നെസോക്കി വില്ലേജ് എന്നാണ്. നമുക്ക് കുറച്ചും കൂടി കൊണ്ട് പോയി അങ്ങനെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കാണാം. അപ്പോൾ അവിടേക്കൊക്കെ ഉള്ള കൃഷിക്കായിട്ടുള്ളതായാലും അവർ കുടിക്കാനുള്ളതായിട്ടുള്ളതായാലും ആവശ്യങ്ങൾക്കുള്ള എല്ലാ വെള്ളമാണിത്. അതവർ വെള്ളം സേവ് ചെയ്യണ സ്ഥലമാണെന്ന് തോന്നുന്നു. അങ്ങനെ 3 ഏരിയ കാണാൻ എൻ്റെ അവിടെ. അല്ല 4 ഏരിയ. വേറൊരു കാര്യം, ചെറുങ്ങനെ ഇടിവിട്ടുണ്ട്. പിന്നെ ഇന്നലെ രാത്രി ഇന്നലെ ഏകദേശം ഒരു 5 മണിക്ക് ശേഷം നല്ല മഴ ഉണ്ടായിരുന്നു അവിടെ. മഴ പെയ്യാനുള്ള ചാൻസൊക്കെ കാണാണ്ട്. എന്തായാലും ഫേസ് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ എന്തായാലും ഇവിടെ കിടക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ അപ്പുറത്ത് പിന്നെ ഒരു പ്ലാനില്ല. അങ്ങനെ ടെൻ്റ് അടിച്ച് ഞാൻ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറി. നമ്മുടെ വേഗത ഇരിക്കണം. ഞാൻ കുറച്ച് കഴിഞ്ഞ് പുറത്തുനിന്ന് കാണിച്ചുതരാം. ഞാൻ ഒന്ന് കിടക്കണം ജസ്റ്റ്. ഇതാണ് നമ്മുടെ കാഴ്ച. മേലക്കാണ്ട് ഫോറസ്റ്റ് ഇനി തിക്ക് കൂടി വരും. നമ്മൾ മേലെ കയറും തോറും മേലെ കയറുന്നു. പക്ഷേ എന്താ വിഷയം എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് സ്ലോപ്പായിട്ടുള്ള ഏരിയ അത് മാത്രം. പിന്നെ അവിടെ വെള്ളവും കിട്ടും. നമുക്ക് എത്ര ചായ വേണമെങ്കിലും ഉണ്ടാക്കി കുടിക്കാം. വേറെ കാര്യം പറയുമ്പോൾ നല്ല ഇടി കിട്ടുന്നുണ്ട്. മഴ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് മിക്കവാറും. ഉണ്ട് പോയാ ഇടയ്ക്ക് ഇടി കിട്ടുന്ന മിക്കവാറും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ശബ്ദം കേൾക്കുന്നുണ്ട് നിങ്ങൾ? അറിയില്ലപ്പാ. ബ്രോ മഴ പെയ്യണ്ട് ഉണ്ടോ? മഴ പെയ്യണ്ട്. അമ്പോ മഴ പെയ്യുന്നുണ്ടേ. ഞാൻ ഫുള്ള് സിബ് അടച്ചു. നല്ല മഴയുണ്ട്, നല്ല ഇടിയുണ്ട്. ഓ നമ്മുടെ ടെൻറ്റിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ച കാണണ്ടേ? ഇതാണ് കേട്ടോ ടെൻറ്റിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ച. മേലെ പോകും തോറും ഇനിയും വേണമെങ്കിൽ മേലെ തിക്ക് ഫോറസ്റ്റാണ്. പക്ഷെ അവിടെ എനിക്ക് വേണമെങ്കിൽ ആ സ്റ്റെപ്പിൽ അടിക്കായിരുന്നു. പക്ഷെ അവിടെ സ്ലോപ്പായതുകൊണ്ട് നടക്കുന്നില്ല. അപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ മഴ ചാറിയായിരുന്നു. ടെൻറ്റിലൊക്കെ വെള്ളത്തുള്ളികൾ കണ്ടോ. ഞാൻ വന്നത് അവിടെ നിന്ന് കേട്ടോ. അവിടെ നിന്നാണ് ഞാൻ വന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി ഇതിങ്ങോട്ട് കയറി വന്നു. ഓ നേരെ ഏകദേശം 9:30 കഴിഞ്ഞ് രാത്രി. ജസ്റ്റ് ഫുഡ് കുക്ക് ചെയ്യണം. നൂഡിൽസ് തന്നെ. ഞാനിങ്ങനെ ഇത്രയും രാത്രി ഫോറസ്റ്റിൻ്റെ ഇതിലാദ്യമായിട്ടാണ്. ഞാൻ ജസ്റ്റ് 3 സെറ്റാണ്. ഒന്നുമില്ല, ജസ്റ്റ് ടോർച്ച് അടിച്ച് കാണിച്ചു തരാം കേട്ടോ.
ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. അവിടെയുള്ള കാടാണ്. നമ്മൾ ഫുഡ് ഇവിടെ കുക്ക് ചെയ്യുക. കുഴപ്പമൊന്നുമില്ല വിചാരിക്കണം. അപ്പം എന്തായാലും ഇനി രാവിലെ കാണാം. ജസ്റ്റ് ഒന്നുമില്ല, ഫുഡ് കഴിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങും വിചാരിക്കണം. നമ്മളിങ്ങനെ നീറ്റത് അവിടെ ഒരുപാട് ആൾക്കാർ കേട്ടോ. ഇത് അവിടുന്ന് ഞാൻ വെള്ളം നിറച്ചിട്ടോ, അവർ പറഞ്ഞു തന്നിട്ട് വെള്ളം നിറച്ചതിൻ്റെ ഉള്ളിൽ നിന്ന് ബോട്ടിൽ നിന്ന്. ഇവര് എന്താ പറിക്കാൻ വേണ്ടി വരിക, എന്താ സാധനം എന്നറിയില്ല. നല്ല ആൾക്കാർ കേട്ടോ. ഇവരുടെ വില്ലേജാവും അവിടെ. ഒരു അടിയിൽ എന്തൊരു പുല്ല് പോലത്തെ സാധനം പറിക്കാൻ പോകണം, എന്താണെന്നറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. അത് അടുന്ന് പറിച്ചിട്ട് പറിച്ചിട്ടില്ല, മേലൊക്കെ പറിക്കാൻ പോവുക. പക്ഷെ ചില ആൾക്കാർ ആ സൈഡിൽ നിന്ന് അടിയിൽ നിന്ന് പറിക്കുന്നുണ്ട്, മേലെ കയറിക്കൊണ്ട്. എന്താ അറിയില്ല, ചില ആൾക്കാർ കമ്പൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഏകദേശം 10:30 ആയിരിക്കണം. ഞാനൊരു കാപ്പി ഉണ്ടാക്കി കുടിക്കുക. ഒന്നും കഴിച്ചിട്ടില്ല, എന്തെങ്കിലും ഉണ്ടാക്കണം. ടൈം ഏകദേശം 2:15. ഞാൻ ഇന്ന് ഇവിടുന്ന് പോകണില്ലാന്ന് തീരുമാനിച്ചു. എനിക്ക് വേറെ നാളെ കാലത്ത് പോകണം. ഓക്കെ. ഇടക്ക് നല്ല മഴ ഒന്നും പെയ്യാൻ ചാൻസ് ഉണ്ട്. ഇടി വെട്ടിയിരുന്നു, ചെറിയൊരു തുള്ളലുണ്ടായി ഇടയ്ക്ക് അതിൻ്റെ ഇടയിൽ.